ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ അറിവിന്റെ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് RJ ഏലിക്കുട്ടി. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. സമൂഹത്തിൽ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും വൈദ്യശാസ്ത്രത്തിന്റെ സഹായം മാത്രമല്ല, സമൂഹത്തിന്റെ കരുതലും കൈത്താങ്ങും ആവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ദിവസം. അപ്പോൾ ഈ ഒരു ദിവസത്തില് ക്യാൻസർ എന്ന രോഗാവസ്ഥയെ പറ്റി സംസാരിക്കാനും അറിവുകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുമായിട്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ജോവിൻ ജോർജ് മാത്യു. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഹലോ, ഹായ്, നമസ്കാരം, താങ്ക് യു. അപ്പൊ ഡോക്ടർ, ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നുള്ളത്. അപ്പൊ പ്രത്യേകമായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ടൈപ്സ് ഓഫ് ക്യാൻസർ ഏതൊക്കെയാണ്? സാധാരണ ക്യാൻസർ ആക്ച്വലി ആണുങ്ങളിലും പെണ്ണുങ്ങളും, അതായത് മെയിൽസിലും ഫീമെയിൽസിലും നമുക്ക് രണ്ടായിട്ട് ഉള്ള കോമൺ ക്യാൻസേഴ്സ് ആണുള്ളത്. മെയിൽസിൽ നമ്മൾ കൂടുതൽ കാണുന്നത് ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശത്തിന്റെ ക്യാൻസർ. പിന്നെ ഉള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ. പിന്നെ ഹെഡ് ആൻഡ് ക്യാൻസർ, അതായത് വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ. ഇതാണ് മെയിൽസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ. ഫീമെയിൽസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ വരുന്നത് സെർവൈക്കൽ ക്യാൻസർ, പിന്നെ കോളോറക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിന്റെയും മലാശയത്തിന്റെയും ക്യാൻസർ, പിന്നെ തൈറോയ്ഡ് ക്യാൻസർ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ക്യാൻസർ. അതുപോലെ തന്നെ ഡോക്ടർ, ഒരു വ്യക്തിയുടെ പ്രായം, അതുപോലെ ജെൻഡർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഈ ഫാക്ടേഴ്സിനെ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ക്യാൻസർ എന്ന രോഗം പിടിപെടാനുള്ള സാധ്യത എങ്ങനെയാണ് വ്യത്യസ്തമാക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പല ഏജില് പല ക്യാൻസേഴ്സ് പ്രിഡോമിനന്റ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ചൈൽഡ് ഗ്രൂപ്പില്, അതായത് പിള്ളേരിൽ വരുന്ന കോമൺ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ നമ്മുടെ ലിംഫിനെ അഫക്ട് ചെയ്യുന്ന ക്യാൻസേഴ്സ്, ലിംഫോമ എന്നൊക്കെ പറയും. പിന്നെ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അറൌണ്ട് ഒരു 20 to 30 ഇയേഴ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് തൈറോയ്ഡ് ക്യാൻസേഴ്സ് ആണ്. തൈറോയ്ഡ് ക്യാൻസേഴ്സും ലിംഫോമ ക്യാൻസർ. അത് കഴിഞ്ഞ് നമുക്ക് പ്രായം കൂടുമ്പോഴാണ് ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെയിൽസിലാണെങ്കിൽ ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഓറൽ ക്യാൻസേഴ്സ് കൂടാം. HPV വൈറസ് എന്ന് പറയുന്നത്, അതായത് സ്ത്രീകളിൽ യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് HPV വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C, ഈ വക വൈറസുകൾ ലിവർ ക്യാൻസേഴ്സ് ഉണ്ടാക്കാൻ ഒത്തിരി ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളത് H. പൈലോറി എന്ന് പറയും. H. പൈലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക് ക്യാൻസേഴ്സ് ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഇൻഫെക്ഷൻ വരുത്തുന്ന ഒരു സാധനമാണ് H. പൈലോറി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് പ്രായം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പം ഏജ് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു ഫാക്ടർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജെൻഡർ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൽസിൽ കാണുന്ന ക്യാൻസേഴ്സ് ബ്രസ്റ്റ്, സെർവൈക്കൽ, കോളൺ ആൻഡ് തൈറോയ്ഡ്, അങ്ങനത്തെ ഉണ്ട്. മെയിൽസിൽ ലങ്സ്, പ്രോസ്റ്റേറ്റ്, അങ്ങനത്തെ. അപ്പം ഡെഫിനറ്റ്ലി ഓരോ വയസ്സിലും ഓരോ ജെൻഡറിലും ഓരോരോ ക്യാൻസേഴ്സ് പ്രിഡോമിനന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റീസെന്റ് ഇയേഴ്സിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ പുതിയതായിട്ട് വർദ്ധിച്ചു വരുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്യാൻസർ നമ്മൾ കാണുന്നുണ്ടോ? അതെ, ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ യങ് ഏജിലെ ഈ ക്യാൻസേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഏർലി ഓൺസെറ്റ് ക്യാൻസേഴ്സ് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം വരുന്നതാണ്. ഇപ്പം ഒബീസിറ്റി, നമ്മള് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾക്ക് ഇപ്പം ഒബീസിറ്റി ഒക്കെ വളരെയധികം ക്യാൻസറുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യുകയും ഏർലി ഓൺസെറ്റ് ക്യാൻസേഴ്സ് ഉണ്ടാകുകയും ചെയ്യുന്നു. എസ്പെഷ്യലി ഇപ്പം കോളോറക്ടൽ കാർസിനോമ ഈസ് ഓൺ ദ റൈസ്, അതായത് നമ്മുടെ വൻകുടലാശയ സംബന്ധമായ ക്യാൻസറുകളും ഓൺ ദ റൈസ് ആണ്. കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സമയത്തും എല്ലാവർക്കും അത്ര പരിചിതമല്ലാത്ത, എന്നാൽ നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ട ക്യാൻസറുകൾ ഏതൊക്കെയാണ്? തീർത്തും പരിചയമില്ലാത്ത റെയർ ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സാർക്കോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഉണ്ട്. അത് നമ്മുടെ എല്ലുകളിൽ നിന്നോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ, അതായത് മസിലാകാം, നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആകാം, അത് നെർവ് ആകാം, അല്ലെങ്കിൽ ബ്ലഡ് വെസൽ ആകാം. ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും എറൈസ് ചെയ്യാവുന്ന ഒരു ട്യൂമറാണ് സാർക്കോമ. അത് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും കാണാം. യൂഷ്വലി നമ്മൾ ഇതൊരു മുഴയായിട്ടായിരിക്കും കാണുന്നത്. ആദ്യം ഒരു ചെറിയൊരു മുഴയായിരിക്കും, പിന്നെ ഈ പതുക്കെ അതിന്റെ സൈസ് കൂടാം. അത് അഫക്ട് ചെയ്തേക്കുന്ന ഏരിയ അനുസരിച്ചായിരിക്കും പിന്നെ സിംറ്റംസ്. സോ സാർക്കോമ നമ്മളങ്ങനെ അധികം കാണാത്ത ഒരു ഇതാണ്, പക്ഷെ കുറച്ചൊരു അഗ്രസീവ് ട്യൂമറാണ് സാർക്കോമ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ക്യാൻസർ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്ലേ ചെയ്യുന്ന ഒരു റോൾ എങ്ങനെയാണ്? ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ട്യൂൺ ചെയ്തേക്കുന്നത് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു അബ്നോർമൽ സാധനം വന്നാൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോർമൽ സെൽസ് അബ്നോർമൽ ആയിട്ട് വളരുമ്പോഴാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പം ബേസിക്കലി അബ്നോർമൽ ആയിട്ട് വളരുമ്പോൾ ക്യാൻസർ സെൽസ് കുറെ സെക്രീഷൻസ് ഉണ്ടാക്കും. അപ്പം അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. പലപ്പോഴും അത് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ്
കയറി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയാണ് ബേസിക്കലി ക്യാൻസർ ഉണ്ടാവുന്നത്. നമ്മുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ലേറ്റസ്റ്റ് തെറാപ്പീസ് ഒക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻസറിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു ബ്ലാങ്കറ്റ് ആയിട്ട് ഇത് ക്യാൻസറിന്റെ സിംറ്റം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ക്യാൻസർ എവിടെയാണോ ആവുന്നത് അതനുസരിച്ചാണ് സിംറ്റംസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം ഓറൽ ക്യാവിറ്റി, അതായത് വായിലകത്തുള്ളൊരു ക്യാൻസർ ആണെങ്കിൽ അവിടെ ഒരു വ്രണം പോലെ ഉണ്ടാവും. അത് ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കാണും, ഉണങ്ങത്തില്ല. അത് ഒരു ഡേഞ്ചർ സൈൻ ആണ്. സോ ബേസിക്കലി ഓരോ ക്യാൻസർ ഏരിയയിലുള്ള ക്യാൻസറും കുറെ ഡേഞ്ചർ സൈൻസ് ഉണ്ട്. ഓറൽ ക്യാവിറ്റിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണങ്ങാത്ത മുറിവായിരിക്കാം. പിന്നെ സ്ത്രീകളിൽ ബ്രസ്റ്റിലാണെങ്കിൽ മാറിടത്തിൽ ഒരു മുഴയായിരിക്കാം. തൊണ്ടയിൽ തൈറോയിഡിനാണെങ്കിൽ അതും അതേപോലെ ഒരു മുഴയായിരിക്കാം. പിന്നെ ഇപ്പം വയറിന്റെ അല്ലെങ്കിൽ കുടലിന്റെ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ നമുക്ക് മലബന്ധം കാണാം. അതേപോലെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മലം പോയ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഓരോ ഏരിയയ്ക്കും ഓരോരോ ലക്ഷണങ്ങളാണ്. നമ്മൾ പല സ്ഥലത്തുനിന്നും പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഈ ഓരോ ഏരിയയിലുള്ള ക്യാൻസറുകൾക്ക് ഓരോ ലക്ഷണങ്ങൾ. അപ്പൊ ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിൽ നമ്മുടെ കീമോതെറാപ്പി അതുപോലെ തന്നെ റേഡിയേഷൻ ഒക്കെ ഒരു രോഗിയുടെ ബോഡീനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ബേസിക്കലി ക്യാൻസർ ട്രീറ്റ്മെന്റ് നമുക്ക് മെയിൻ ആയിട്ട് 3 ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ സർജറി, 2 പറഞ്ഞാൽ റേഡിയോതെറാപ്പി, 3 പറഞ്ഞാൽ കീമോതെറാപ്പി. അപ്പം സർജറി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്യാൻസറസ് ഏരിയ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി സർജറി ചെയ്യും. ഈ റേഡിയോതെറാപ്പിയും കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയോതെറാപ്പി നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ആ ലോക്കൽ ഏരിയയിലുള്ള ക്യാൻസർ സെൽസിനെ കരിച്ചു കളയാനാണ്. അപ്പൊ നമ്മളത് ലോക്കൽ കൺട്രോൾ എന്ന് പറയും. ലോക്കൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കോശങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീംസിൽ കൂടെ നമ്മുടെ ദേഹത്തെ ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ സെൽസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീമോതെറാപ്പി ഉപയോഗിക്കുന്നത്. ഡിസ്റ്റന്റ് കൺട്രോൾ എന്ന് നമ്മൾ പറയും. അപ്പം ഡെഫിനറ്റ്ലി ഈ റേഡിയോതെറാപ്പിക്കും കീമോതെറാപ്പിക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ റേഡിയോതെറാപ്പിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സെൽസിനെയൊക്കെ കരിച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരിക്കലും ക്യാൻസർ സെല്ലിനെ തെരഞ്ഞു പിടിച്ച് കരിച്ചു കളയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ചുറ്റിനുമുള്ള നോർമൽ സെൽസും കരിയും അതിന്റെ കൂട്ടത്തിൽ. അപ്പോ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് പല പല ലോക്കൽ പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം തൊലിയുടെ പുറത്താണെങ്കിൽ നമ്മുടെ തൊലി യൂഷ്വലി എപ്പിത്തീലിയം ഉണ്ടാവും, നമുക്ക് മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഈ റേഡിയേഷൻ അടിക്കുന്ന സ്ഥലം എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും, അതിന്റെ നിറ വ്യത്യാസം ഉണ്ടാവും, അവിടെ മുറിവുണ്ടായാൽ ഹീൽ ചെയ്യത്തില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അത് അഡ്രസ് ചെയ്യാൻ അതിൻ്റെതായ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. രണ്ടാമത് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു നോർമൽ സെല്ലിനെയും ഈ കീമോതെറാപ്പി ഏജന്റ് അറ്റാക്ക്. അപ്പം അതിൻ്റെതായ സൈഡ് എഫക്ട്സും നമുക്ക് കീമോതെറാപ്പി കൊണ്ടും ഉണ്ടാവാം. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് നമ്മൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ എന്ന രോഗത്തിന്റെ ക്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ സർവൈവൽ റേറ്റ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചികിത്സാ വിജയ സാധ്യതയുള്ള ക്യാൻസറുകൾ ഏതൊക്കെയാണ് സർ? നമ്മൾ ക്യാൻസറിന്റെ ക്യൂറബിലിറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു 5 year സർവൈവൽ റേറ്റ്. അതായത് ക്യാൻസർ വന്ന് ചികിത്സ കഴിഞ്ഞ ആള് ഒരു 5 വർഷം കഴിഞ്ഞ് സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ക്യൂറബിലിറ്റി റേറ്റ് പറയുന്നത്. ഇതിപ്പോഴും ഡേറ്റ അനുസരിച്ചാണ് പറയുന്നത്. ഈ ക്യൂറബിലിറ്റി റേറ്റ് ഈ പറഞ്ഞല്ല ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഇത്രയും എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ആൾക്കാർ. ഓരോ ഡിസീസിന്റെ സ്റ്റേജ് ഏതാണ്, ഏത് ഭാഗമാണ് അഫക്ട് ചെയ്തത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർവൈവൽ റേറ്റ് പറയുന്നത് അല്ലെങ്കിൽ ക്യൂറബിലിറ്റി പറയുന്നത്. പക്ഷെ ഡേറ്റ അനുസരിച്ച് നമുക്ക് ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസേഴ്സിന്റെ ഒന്ന് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ 100% 5 year സർവൈവൽ റേറ്റ് ആണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് അനുസരിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ ഉള്ളത് തൈറോയ്ഡ് ക്യാൻസേഴ്സ്. അതിനും ഒരു 99% 5 year സർവൈവൽ റേറ്റ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ. അതായത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏർലി സ്റ്റേജിനും 98 മുതൽ 99% വരെ 5 year സർവൈവൽ റേറ്റ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഏർലി സ്റ്റേജ് ഡിറ്റക്ഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻസർ രോഗം നമ്മൾ നേരത്തെ കണ്ടെത്തുന്നത് ഒരു രോഗിയുടെ ചികിത്സാ വിജയ സാധ്യതയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ ഏതൊരു ക്യാൻസറിന്റെ ആണെങ്കിലും സർവൈവൽ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സ്റ്റേജ് ഓഫ് ഡിസീസ് അനുസരിച്ചാണ്. യൂഷ്വലി നമ്മൾ ഒരു ക്യാൻസറിനെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നാണ് 4 സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സൈസ് കുറവായിരിക്കും അല്ലെങ്കിൽ വേറെ ഒന്നിനെ അഫക്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണ്. പിന്നെ അത് മേലോട്ട് പോകുന്നതോറും
സൈസ് കൂടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് അതിന്റെ സൈസ് മുകളിലോട്ട് പോകുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഏർലി ഡിറ്റക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ലോങ് ടേം സർവൈവബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പല ക്യാൻസറുകൾക്കും ഇപ്പം സ്ക്രീനിങ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം സ്ത്രീകളിലാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പം നമ്മൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ ഈ പറഞ്ഞ 98-99% സർവൈവൽ റേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യണം. ഇപ്പം ബ്രസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും മെനോപോസ്, അതായത് ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾ ഒരു മിനിമം ഒരു 2-3 മാസം കൂടുമ്പം ഒരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. 1. 2, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മാമോഗ്രാം ചെയ്യണം. മാമോഗ്രാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഡിസീസിന് നല്ല സർവൈവൽ റേറ്റ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്നുള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിൽ അത്യാധുനിക ചികിത്സ ഉണ്ടായിട്ടും ചികിത്സിക്കാൻ അധികം ബുദ്ധിമുട്ടുള്ള ക്യാൻസറുകളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാ ക്യാൻസറും അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു, നമ്മളെപ്പോഴും ക്യാൻസർ പറയുന്ന ഡേറ്റ അനുസരിച്ച്, ഇപ്പം ഒരു ക്യാൻസർ സെന്ററിൽ ഇത്രയും പേഷ്യന്റിനെ ചികിത്സിച്ചു, അതിൽ ഇത്രയും പേര് സർവൈവ് ചെയ്തു, അങ്ങനെയുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് സർവൈവൽ റേറ്റ് ഉള്ളത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. പിന്നെ ഉള്ളത് ബ്രെയിൻ ട്യൂമർ, പിന്നെ ഈസോഫാജിയൽ ആൻഡ് ലിവർ ക്യാൻസർ. ഇത് മൂന്നുമാണ് ആക്ച്വലി സർവൈവലിറ്റി കുറവുള്ള ക്യാൻസേഴ്സ്. ബട്ട് എഗെയിൻ നമ്മൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ്. ഞാൻ ഈ പറഞ്ഞ 3, ഈ പാൻക്രിയാസ് ആയാലും ബ്രെയിൻ ആയാലും ഒക്കെ നമുക്ക് കുറച്ച് ലേറ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കാരണമാണ് യൂഷ്വലി അതിന്റെ സർവൈവൽ റേറ്റ് ഭയങ്കര കുറവായിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻസറിന്റെ സ്റ്റേജ്, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രായം, അവരുടെ ഓവറോൾ ഹെൽത്ത്, ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ അവരുടെ സർവൈവൽ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു, ഓക്കെ, അപ്പം അദ്ദേഹത്തിന് ചികിത്സ തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർജറി ആവാം, കീമോ ആവാം, റേഡിയോ ആവാം. ഇപ്പം ഇതിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പേഷ്യന്റ് ഷുഡ് ബി ഇൻ എ ഗുഡ് ഹെൽത്ത്. കാരണം ഒരു ഓപ്പറേഷൻ അണ്ടർഗോ ചെയ്യാനാണെങ്കിലും പേഷ്യന്റ് ആരോഗ്യം വേണം. അതേപോലെ ഈ റേഡിയോതെറാപ്പി ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും പേഷ്യന്റ്, അത് കുറെ സൈഡ് എഫക്ട്സ് ഉള്ള കാര്യമാണ്. അപ്പൊ പേഷ്യന്റ് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയം. അപ്പോ ഡെഫിനറ്റ്ലി പേഷ്യന്റ് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താലേ, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഒരു ക്യാൻസർ കണ്ടുപിടിച്ചാലും നമുക്കത് ക്യൂർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റവർക്ക് അല്ലാന്നല്ല, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. കാരണം പുള്ളി ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. ഇനി ഈ ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസർ ആണ്. അതുപോലെ തന്നെ ലങ് ക്യാൻസർ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കോളൻ ക്യാൻസർ. ഈ പറയുന്ന ക്യാൻസറുകളിലൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഇപ്പം നമ്മൾ യൂഷ്വലി പണ്ടൊക്കെ ഒരു ചെറിയൊരു മുഴ കണ്ടാൽ നമ്മൾ ബ്രസ്റ്റ് മൊത്തം എടുത്ത് മാറ്റുമായിരുന്നു, MR എന്ന് പറയും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം 3 സെന്റിമീറ്ററിൽ താഴെയുള്ള ഒരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഴ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അതല്ല ഇപ്പം അതിനെക്കാട്ടിലും വലിയൊരു ട്യൂമർ ആണ്, ഇപ്പം 3 സെന്റിമീറ്റർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രസ്റ്റും കഷ്ണ കഴലി എടുത്ത് മാറ്റേണ്ടി വരും. പിന്നെ ഡിസീസിന്റെ നേച്ചർ അനുസരിച്ചാണ് നമുക്ക് കീമോതെറാപ്പി വേണോ റേഡിയോതെറാപ്പി വേണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ. അപ്പം സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് സർ നിശ്ചയിക്കുന്നത്? ക്യാൻസറിന്റെ തരം, അതുപോലെ തന്നെ രോഗിയുടെ ആരോഗ്യനില എന്നിവയൊക്കെ ഒരു ഘടകമായിട്ട് എടുത്തുകൊണ്ടാണോ ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ നിശ്ചയിക്കപ്പെടുന്നത്? ബേസിക്കലി നമ്മൾ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇതിപ്പം ഒരു ഡോക്ടറുടെ ഇഷ്ടമുള്ള പോലെ ചികിത്സിക്കുവല്ല. ഇപ്പം ഈ ഒരു ബ്രസ്റ്റിന് നമ്മൾ ഇത്രയും ഡേറ്റ എടുത്ത് നോക്കുമ്പം ഈ ചികിത്സയാണ് ഇത്രയും പേർക്ക് കൊടുത്തപ്പോൾ 5 year സർവൈവൽ റേറ്റ് കൂട്ടിയത്. അപ്പം അങ്ങനത്തെ ഒരു ഡേറ്റ ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് ആണെങ്കിൽ ഇതായിരിക്കും ട്രീറ്റ്മെന്റ്. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ പേഷ്യന്റ്. ഇപ്പോഴത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഡയറ്റ്, അതുപോലെ തന്നെ എക്സസൈസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു രോഗിക്ക് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഡെഫിനറ്റ്ലി ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ പ്രിവെൻഷൻ, അത് ആക്ച്വലി ക്യാൻസർ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ സഹായിക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ഞാൻ പറയില്ല, ഒബീസിറ്റി ക്യാൻസറുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്, ഒരുപാട് ക്യാൻസേഴ്സുമായിട്ട്. അതേപോലെ ഇപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറയുവാണെങ്കിൽ നമ്മൾ പുകവലിക്കുന്നത് അല്ലെങ്കിൽ ആൽക്കഹോൾ, ഇപ്പം പുകവലി ആൽക്കഹോളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ക്യാൻസർ റിസ്ക് എക്സ്പൊണൻഷ്യലി ഹൈ ആണ്. 1-2% അല്ല കൂടുന്നത്, അത് എക്സ്പൊണൻഷ്യലി കൂടും. ഇതൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതൊരു രോഗത്തെ പോലെ തന്നെയും ഒരുപാട് തെറ്റിദ്ധാരണകൾ പരക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്നുള്ളതും. അപ്പോൾ ഡോക്ടർ കേട്ടിട്ടുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ്? അവരോടൊക്കെ ഡോക്ടറിന് എന്താണ് പറയാനായിട്ടുള്ളത്?
അതെ, വളരെയധികം തെറ്റിദ്ധാരണകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ കേൾക്കുന്നത് ക്യാൻസർ പകരുമോ എന്നുള്ളതാണ്. ഈ ക്യാൻസർ പകരത്തില്ല. കാരണം ആ ഒരു ഇൻഡിവിജ്വൽ ആളുടെ സെല്ലിനകത്ത് വരുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ കാരണമാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പം ആദ്യം കേൾക്കുന്ന ഒരു മിസ്കൺസെപ്ഷൻ അതാണ്. രണ്ടാമത്തത്, മൊബൈൽ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, പിന്നെ കറണ്ടിൽ നിന്ന് ക്യാൻസർ വരുമോ, ഇങ്ങനെയൊക്കെ പല പല ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട്. ബേസിക്കലി ഇപ്പൊ ഇതുവരെ നടത്തിയ സ്റ്റഡീസിലൊന്നും മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നോ ഒന്നും നമുക്ക് ക്യാൻസർ വരത്തില്ല. പിന്നെയുള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഈ പല ആൾക്കാരും ക്യാൻസർ എന്ന് കേട്ട ഉടനെ ഹെർബൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ട്. ഈ പല ആൾക്കാരും അത് പോയി അത് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അത് ഭയങ്കര മിറാക്കുലസ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും ഡേറ്റയോ അല്ലെങ്കിൽ ഒരു പ്രൂവൺ സയൻസോ അതിന്റെ പുറകിലില്ല. അപ്പം ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് നേടാം. ഇനി നിങ്ങൾക്ക് അഥവാ വല്ല ഹെർബൽ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് പറയുക, അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുക, എന്നിട്ട് മാത്രം പോവുക. അപ്പൊ അതുപോലെ തന്നെ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ട ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നത് കേട്ടതാണ് കേട്ടോ. വീക്ക്ലി 4 ഡേയ്സിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ഒരു വുമണിന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചാൻസസ് ഭയങ്കര ലോ ആണ് എന്നുള്ളത്. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? എക്സസൈസ് എപ്പോഴും നല്ലത് തന്നെയാണ്, മോഡറേറ്റ് ലെവലിൽ. എക്സസൈസ് ചെയ്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരത്തില്ല എന്ന് പറയുന്നതിനോട് അധികം അല്ലെങ്കിൽ അത് പ്രൂവൺ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും എക്സസൈസ് ചെയ്താൽ മതിയല്ലോ. ബേസിക്കലി നമ്മളെപ്പോഴും ഒരു കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ ഡേറ്റ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇപ്പം ഇതുവരെയുള്ള സ്റ്റഡീസിലൊന്നും അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് മോഡറേറ്റ് എക്സസൈസ് എല്ലാത്തിനും നല്ലതാണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് മാത്രമല്ല, ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും, ബാക്കി പല പല ക്യാൻസർ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ചെയ്തിട്ട് എനിക്ക് ക്യാൻസർ ഒരിക്കലും വരത്തില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് കൂട്ടും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അതെ, അതൊരു വാലിഡ് പോയിന്റ് ആണ്. വെച്ചാൽ ഇപ്പം ഒത്തിരി കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ ആർസനിക് ഒരു കാർസിനോജനിക് ആണ്. അതേപോലെ ഒത്തിരി ഹൈഡ്രോ കോമ്പൗണ്ട്സ് എല്ലാം കാർസിനോജനിക് ആണ്. ഇപ്പം പെസ്റ്റിസൈഡ്സിൽ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ കാർസിനോജനിക് ആണ്. അപ്പം ഈ പൊല്യൂഷൻ ആക്ച്വലി പ്ലേസ് എ റോൾ ക്യാൻസർ ഉണ്ടാക്കുന്നതില്ല. കാരണം ഇതെല്ലാം കാർസിനോജനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇത്. ഈ ഓവർ എക്സ്പോഷർ ആണ് എല്ലാത്തിന്റെയും പ്രശ്നം. ഇപ്പം ഒരിക്കലോ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ നമ്മൾ എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞ് ക്യാൻസർ വരണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിന് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് വരുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്മോക്ഡ് ഫുഡ്. ഇപ്പം ജപ്പാനിലൊക്കെ ഈസോഫാജിൽ ക്യാൻസർ ഭയങ്കര കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ അവര് ഒത്തിരി സ്മോക്ഡ് ഫുഡ്, അപ്പം നമ്മള് ഒത്തിരി കരിച്ച ഫുഡുകൾ, അങ്ങനത്തെ സാധനങ്ങൾക്കകത്തും കാർസിനോജനിക് കോമ്പൗണ്ട്സ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഒരുപാട് കരിഞ്ഞ ഫുഡ്, ഒരുപാട് നമ്മളിപ്പം ഇപ്പോഴും ട്രെൻഡാണല്ലോ കഥാപ് ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ഒത്തിരി കരിച്ചത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്, ഡേറ്റയിലുണ്ടത്. ഞാൻ പറയുകയുണ്ടായി, ഇന്ന് നമ്മള് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ളൊരു ഈ രോഗത്തെ പറ്റിയുള്ളൊരു അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്? ബേസിക്കലി ഈ വർഷത്തെ തീം തന്നെ അതാണ്, യുണൈറ്റഡ് ബൈ യുണീക്ക്. പണ്ടൊക്കെ നമ്മള് ഒരു ക്യാൻസർ, ഒരു പേഷ്യന്റ് ക്യാൻസർ വന്നെന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു ക്യാൻസറിനെ മാത്രമേ നോക്കി ചികിത്സ, അതിനെന്ത് ചികിത്സ കൊടുക്കാം, അതിന് ഏറ്റവും ബെസ്റ്റ് എന്ത് കൊടുക്കാം എന്നുള്ളതായിരുന്നു പഴയ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇപ്പം ആ പേഴ്സണെ ആസ് സച്ച് കൺസിഡർ ചെയ്യണം. നമ്മളിപ്പം നമുക്ക് തന്നെ അറിയാം, ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ പുള്ളി എല്ലാം തീർന്നു, ജീവിതം തീർന്നു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പല പല ഇമോഷണൽ റോൾ കോസ്റ്റിലൂടെ ആവാം കടന്നു പോകുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ആ പേഷ്യന്റിനെ ആസ് എ ഹോൾ ആണ് നമ്മൾ നോക്കേണ്ടത്. ക്യാൻസറിന്റെ കൂടെ അതുകൊണ്ട് നമ്മൾ ഓക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ലോക ക്യാൻസർ ദിനത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന സന്ദേശം എന്താണ്? ബേസിക്കലി നമ്മള് ഈ 2025 നമ്മൾ എല്ലാ കാര്യത്തിലും അവെയർ ആണ്. അപ്പൊ നമുക്ക് ഉള്ള അറിവുകൾ നമ്മൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക. ഇപ്പൊ നമുക്കിപ്പം ഡേഞ്ചർ സൈൻസ് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സ്ക്രീനിങ് വേണ്ട സമയങ്ങളിൽ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ തേടുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്കിപ്പം എല്ലാം ആക്സസിബിൾ ആണ്, ഡോക്ടർമാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഒരു ക്വാളിഫൈഡ് ആളെ കണ്ട് അഭിപ്രായം തേടുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഈ ഒരു ദിവസം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിനും ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരിക്കൽ കൂടി ലോക അർബുദ ദിനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലൗഡ് സ്പീക്കറിന്റെ അധ്യായവും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നേരായ അവബോധവും നിർഭയമായ പോരാട്ടവും നിരന്തരമായ കരുതലിലൂടെയും ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ മഹാവ്യാധിയും. ഇനിയും ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുകളുമായിട്ട് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ഏലിക്കുട്ടി സൈനിങ് ഓഫ്.